ഹായ്, ഞാൻ മനോജ് നിലകണ്ഠൻ, കോർപ്പറേറ്റ് ട്രെയിനറാണ്. ഒരു നല്ല സെയിൽസ് പ്രൊഫഷണൽ ആകാൻ ചെയ്യേണ്ട 10 സിമ്പിൾ സ്റ്റെപ്സ് അടങ്ങുന്ന വീഡിയോ സീരീസിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രോസ്പെക്റ്റിംഗ് 10 സ്റ്റെപ്പ് സെയിൽസ് പ്രോസസ്സിലെ ആദ്യ സ്റ്റെപ്പാണ് പ്രോസ്പെക്റ്റിംഗ്. പ്രോസ്പെക്റ്റിങ്ങിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് കളക്ഷനാണ്. നമുക്ക് ഡേറ്റാബേസ് വാങ്ങാം. ഫോർ എക്സാമ്പിൾ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, ഇൻഡസ്ട്രിയൽ ഏരിയ ഡേറ്റാബേസ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ബോഡി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ, അതുപോലെ ഒരു പർട്ടിക്കുലർ സെക്ടർ ഓഫ് പീപ്പിൾ, ഒരു ഹൗസിംഗ് സൊസൈറ്റി, അവിടെ നിന്നെല്ലാം നമുക്ക് ഡേറ്റാബേസ് ഒരു പക്ഷേ വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ഡേറ്റാബേസ് കളക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ, ലിങ്ക്ഡിൻ വഴി കളക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ റെഫറൻസ് വഴിയോ, അതല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെയുള്ള കോൺടാക്ട്സ്, നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഒരു 1000+ കോൺടാക്ട്സ് ഉണ്ടാകുമല്ലോ. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ അല്പം ചിന്തിച്ചു കഴിഞ്ഞാൽ ഡേറ്റാബേസ് കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഡേറ്റാബേസ് ഉണ്ടെങ്കിലേ നമുക്ക് പ്രോസ്പെക്റ്റ് അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ബിസിനസ് ടു കൺസ്യൂമർ മോഡലിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡേറ്റാബേസ് കളക്ഷനാണ്. ഡേറ്റാബേസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ടത് ആ ഡേറ്റാബേസിനെ സ്ക്രീൻ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് സ്ക്രീനിങ്? നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെ സർവീസ് വാങ്ങാൻ സാധ്യതയുള്ള ആൾക്കാരെ കണ്ടെത്തുക ആ ഡേറ്റാബേസിൽ നിന്ന്. അതിനായിട്ട് നമ്മൾ പ്രോസ്പെക്റ്റിൻ്റെ ഏജ്, ജെൻഡർ, ഇൻകം, അല്ലെങ്കിൽ ലൊക്കേഷൻ, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, പല രീതിയിൽ നമുക്ക് സ്ക്രീൻ ചെയ്യാം. അങ്ങനെ സ്ക്രീൻ ചെയ്ത ആളുകളിൽ നിന്നും നമ്മൾ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു കസ്റ്റമർക്ക് ഇപ്പോൾ പെൻഷൻ കിട്ടാത്തൊരു കസ്റ്റമറാണ്, പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കസ്റ്റമറാണെങ്കിൽ നമ്മൾ അവരോട് പറയുന്നു, സർ പെൻഷൻ യു ക്യാൻ ക്രിയേറ്റ് യുവർ സെൽഫ്. സാറിന് സ്വന്തമായിട്ടൊരു പെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എനിക്കൊരു 2 minutes അപ്പോയിൻമെൻറ്റ് തരുമോ? അങ്ങനെ നമ്മൾ ഒരു ഹുക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. നമ്മളല്ലാതെ വേറെ ഒന്നും അവരോട് ആവശ്യപ്പെടുന്നില്ല. ഒരു ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യാനോ ഒരു കമ്മിറ്റ്മെൻറ്റിനോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ ചോദിച്ചാൽ കസ്റ്റമർ നമ്മളെ ഒഴിവാക്കും. ഈ കസ്റ്റമറെ കാണുവാൻ അല്ലെങ്കിൽ വിളിക്കുവാൻ ശ്രമിക്കുമ്പോൾ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ ഒരു 10 മണി 11 മണിക്ക് മുമ്പ് വിളിക്കരുത്. ഓഡ് ടൈമിംഗ് ആണ്. അപ്പോൾ നോർമൽ ടൈമിൽ തന്നെ, എക്സെപ്റ്റ് സാറ്റർഡേ സൺഡേ ആയിരിക്കും നല്ലത്. വർക്കിംഗ് ഡേയിൽ ഒരു 11 to 4, 11 to 5 വിളിക്കുകയാണെങ്കിൽ റൈറ്റ് ടൈം ആയിരിക്കും. ഈവൻ ഫോർ വിസിറ്റ്സ് ഓൾസോ. വിസിറ്റ്സിൻ്റെ പ്രശ്നം വെച്ചാൽ അത് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. നമുക്കൊരു ദിവസം എത്ര ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ പറ്റും? ട്രാവൽ ടൈം, ട്രാവൽ കോസ്റ്റ് എല്ലാം പോകും. ഓവർ ഫോൺ ആകുമ്പോൾ ഇഫക്റ്റീവ്നെസ് കുറവാണെങ്കിലും കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പറ്റും. ഒരു ദിവസം നമുക്ക് 50-100 ആൾക്കാരെ ഓവർ ഫോൺ കോൺടാക്ട് ചെയ്യാൻ സാധിച്ചേക്കാം. അങ്ങനെ ഹുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വഴി കിട്ടുന്ന അപ്പോയിൻമെൻറ്റ്സ്, മേ ബി 10% ഓഫ് യുവർ കോൾസ്. 100 പേരെ വിളിച്ചാൽ 10 പേര് അപ്പോയിൻമെൻറ്റ് തന്നേക്കാം. ധാരാളം മതി. 10% കിട്ടിയാൽ തന്നെ നല്ല വിജയമാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ട്രസ്റ്റ് ബിൽഡിംഗ് ആണ്. അതിനെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. Thank you for watching. Please like, share and subscribe my channel, and also press the bell icon to get notifications for new videos. Thank you.